നമസ്കാരം. ഞാൻ ഡോക്ടർ എസ് ലാൽ. കേരളത്തിൽ UDF നിയമിച്ച ഹെൽത്ത് കമ്മീഷൻ്റെ ചെയർമാനാണ് ഞാൻ. ആ നിലയിലാണ് സംസാരിക്കുന്നത്. കഴിഞ്ഞ 1.5 മാസക്കാലമായി UDF ഹെൽത്ത് കമ്മീഷൻ്റെ പ്രവർത്തനത്തിൽ പൂർണ്ണമായും വ്യാപൃതനായിരിക്കുന്ന ഒരാളാണ് ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ ഒപ്പം വലിയൊരു ടീമുണ്ട്. കേരളത്തിലെ ആരോഗ്യരംഗത്തെ ഇത്ര കൃത്യമായി നോക്കാൻ അവസരം ലഭിച്ചത് അതിൽ ഞങ്ങൾക്ക് വലിയ സന്തോഷമാണ്. ഒരുപക്ഷേ ഗവൺമെൻറ് ചെയ്യേണ്ടിയിരുന്നൊരു കാര്യമാണ് ഇപ്പോൾ പ്രതിപക്ഷ പാർട്ടികൾ ചേർന്ന് അല്ലെങ്കിൽ UDF ചെയ്യുന്നത്. കേരളത്തിന് ഒരുപാട് നന്മകളുണ്ട്. ആരോഗ്യരംഗത്ത് കേരളം പല കാര്യത്തിലും മുന്നിലാണ്. എന്നാൽ നമുക്കിനിയും മെച്ചപ്പെടേണ്ട ഒരുപാട് മേഖലകളുണ്ട്. അപ്പോൾ നമ്മുടെ പരാജയങ്ങളുള്ള സ്ഥലങ്ങളുമുണ്ട്. അപ്പോൾ അതൊക്കെ തിരിച്ചറിയാനുള്ളൊരു അവസരമായിരുന്നു. കേരളത്തിൻ്റെ ഒരുപാട് നന്മകൾ, പ്രത്യേകിച്ച് കേരളത്തിൻ്റെ ജനത എങ്ങനെ നല്ല ആരോഗ്യം നേടി, അതിന് അവർ വഹിച്ച പങ്ക്, കേരളത്തിലെ സാക്ഷരത, കേരളത്തിൽ പ്രത്യേകിച്ച് സ്ത്രീ സാക്ഷരത, ശുചിത്വം, ഇതെല്ലാം നമ്മുടെ ആരോഗ്യത്തിന് മുതൽക്കൂട്ടായിട്ടുണ്ട്. ഗവൺമെൻറ്റുകൾക്കായിരിക്കും പലപ്പോഴും പ്രശംസ കിട്ടുന്നത്. പക്ഷേ ഇവിടുത്തെ സാധാരണക്കാരൻ അവൻ്റെ ജീവിതത്തിൽ കാണിച്ച ശ്രദ്ധയാണ് ഗവൺമെൻറ്റുകൾക്ക് അല്ലെങ്കിൽ മലയാളികൾക്ക് മൊത്തത്തിൽ കൈയടി വാങ്ങിക്കൊടുക്കുന്നത്. അത് നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതേപോലെ തന്നെ മറുവശത്ത് ഇനിയും പരിഹരിക്കപ്പെടാത്ത ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ലോകം മാറുകയാണ്, അന്തരീക്ഷം മാറുകയാണ്, മനുഷ്യർ മാറുകയാണ്, രോഗങ്ങൾ മാറുകയാണ്, കേരളവും മാറുകയാണ്. അപ്പോൾ മാറുന്ന സാഹചര്യത്തിനനുസരിച്ച് കേരളവും മുൻകരുതലെടുക്കേണ്ടി വരും, പ്രത്യേകിച്ച് ആരോഗ്യരംഗത്ത്. അതെടുക്കാൻ ഒരു പക്ഷേ വൈകിപ്പോയാൽ നമ്മളിപ്പോൾ അടുത്ത കാലത്ത് അനുഭവിച്ച പോലെ ചെറിയൊരു പ്രശ്നങ്ങളുണ്ടാകും. പ്രശ്നങ്ങളില്ലാത്ത ഒരു ആരോഗ്യരംഗവും ലോകത്തില്ല. ഞാൻ വികസിച്ച നാടുകളിലും പൂർണ്ണമായും ഏറ്റവും താഴെയുള്ള അല്ലെങ്കിൽ തീർത്തും അവഗണിക്കപ്പെട്ട ഏറ്റവും വികസനം കുറഞ്ഞ നാടുകളിലും ഞാൻ ജീവിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ വികസിത നാടുകളുടെ ചില ഗുണങ്ങൾ നമ്മുടെ ഇവിടെയുണ്ട്, വികസിക്കാത്ത നാടുകളിൽ ചില പ്രശ്നങ്ങൾ നമുക്കുണ്ട്. അത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഒരു ആരോഗ്യ സംവിധാനവും ഏറ്റവും മെച്ചപ്പെട്ടതെന്നോ ഏറ്റവും മോശമെന്നോ പറയാൻ പറ്റില്ല. ഞാൻ വർക്ക് ചെയ്ത ഏറ്റവും മോശപ്പെട്ട രാജ്യത്തും ചില നന്മകൾ കണ്ടിട്ടുണ്ട്. ഏറ്റവും മെച്ചപ്പെട്ട സ്വിറ്റ്സർലൻഡ് പോലുള്ള അല്ലെങ്കിൽ അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ ജീവിക്കുമ്പോഴും അവിടെ ന്യൂനതകളുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഒരു ആരോഗ്യരംഗവും ഏറ്റവും മെച്ചപ്പെട്ടോ ഏറ്റവും മോശമല്ല. കേരളത്തിന് ഒരുപാട് നന്മകളുണ്ട്, നമുക്കിനി ഒരുപാട് മെച്ചപ്പെടാനുമുണ്ട്. അപ്പോൾ അതിലേക്കുള്ളൊരു എത്തിനോട്ടമായിരുന്നു ഈ ഹെൽത്ത് കമ്മീഷൻ്റെ വർക്ക്. പ്രത്യേകിച്ചും കേരളത്തിൽ ഇനിയും അരികുവൽക്കരിക്കപ്പെട്ടവരുണ്ട്, ആരോഗ്യ സംവിധാനങ്ങൾ എത്താത്ത പ്രദേശങ്ങളുണ്ട്, സേവനങ്ങൾ ലഭിക്കാത്ത മനുഷ്യരുണ്ട്, സർക്കാർ ആശുപത്രി നൽകേണ്ട ചില സേവനങ്ങൾ കൃത്യമായി ലഭിക്കാത്തത് മൂലം സ്വകാര്യ ആശുപത്രികളിൽ ചെന്നുപെടുകയും അവിടെ ഒരുപാട് ധനവ്യയം ഉണ്ടാകുകയൊക്കെ ചെയ്യുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. പ്രത്യേകിച്ച് പാവപ്പെട്ടവർക്ക് അസുഖങ്ങൾ ഒരുപക്ഷെ കൂടുതലായിട്ട് വരാൻ സാധ്യതയുണ്ട്, അവരുടെ ജീവിത സൗകര്യങ്ങളുടെ കുറവ് കാരണം. അപ്പോൾ അസുഖം വന്നവർ ചികിത്സയ്ക്കായിട്ട് പണം മുടക്കേണ്ടി വരുമ്പോൾ വീണ്ടും ദരിദ്രരാകും. കാറ്റസ്ട്രോഫിക് ഹെൽത്ത് എക്സ്പെൻഡിച്ചർ എന്നൊക്കെ നമ്മൾ അതിന് ലോകാരോഗ്യ സംഘടനയൊക്കെ പറയാറുണ്ട്. അപ്പോൾ പാവപ്പെട്ടവന് അസുഖം കൂടുതൽ വരിക, അസുഖം വരുമ്പോൾ അവൻ കടമെടുത്തോ വസ്തു വിറ്റോ വീട്ടിലെ കെട്ടുതാലി വിറ്റോ ഒക്കെ ചികിത്സ നടത്തുക. അപ്പോൾ പൂർണ്ണ ദരിദ്രനാകുക. അപ്പോൾ ദരിദ്രന് സമ്പൂർണ്ണ ദരിദ്രനാക്കുന്നതാണ് പലപ്പോഴും രോഗങ്ങൾ. അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ നമ്മൾ കേരളത്തിൽ അധികം ഇല്ലെന്ന് വിചാരിച്ചെന്നെങ്കിലും തിരിച്ചാണ്. ദാരിദ്ര്യമുള്ള സംസ്ഥാനങ്ങളിലോ രാജ്യങ്ങളിലോ ഉള്ളതുപോലത്തെ പ്രശ്നമല്ല കേരളത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരോഗ്യ അവബോധം കൂടുതലാണ്. ചികിത്സ വേണമെന്ന് ആഗ്രഹിക്കുന്ന ജനതയാണ്, അസുഖം വരണമെന്ന് ആഗ്രഹിക്കുന്ന ജനതയാണ്, വന്നാൽ ചികിത്സ എടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ജനതയാണ്. അപ്പോൾ അങ്ങനെയുള്ള ജനത ചികിത്സ കിട്ടുന്നിടത്ത് പോകും. പരമദരിദ്രരായിട്ടുള്ള മനുഷ്യർ, വെറും കൂലി തൊഴിലുകൊണ്ട് ജീവിക്കുന്ന വനിതകൾ 12 ലക്ഷത്തിൻ്റെ ബില്ലുമായിട്ട് നിൽക്കുന്നത് വളരെ ദുഃഖത്തോടെ നിറകണ്ണുകളോടെ ഞാനും കണ്ടത്. ഈ 12 ലക്ഷം ജീവിതത്തിൽ അവർ ഊഹിക്കാത്ത തുകയാണ്. ഒരു അപകടം പറ്റിയപ്പോൾ എത്തിപ്പെട്ട പ്രൈവറ്റ് ആശുപത്രിയിലാണ്. പ്രൈവറ്റ് ആശുപത്രിയിൽ ഫ്രീ ആയിട്ട് എല്ലാവരും ചികിത്സിക്കാൻ പറ്റില്ല, അവിടെ ചിലവുകളുണ്ട്. പക്ഷേ 12 രൂപ പോലും കയ്യില്ലാത്ത ഒരു സ്ത്രീക്ക് 12 ലക്ഷത്തിൻ്റെ ബില്ല് കയ്യിൽ കിട്ടുമ്പോൾ ഉണ്ടാകുന്ന അതിശയം, അല്ലെങ്കിൽ മുന്നോട്ട് എങ്ങനെ പോകുമെന്നുള്ളൊരു അറച്ചു നിൽക്കുന്ന സാഹചര്യം ഞാനും കണ്ടു. അപ്പോൾ നമ്മളെല്ലാവരും കാണുന്ന കാഴ്ചകളാണ്. അപ്പോൾ കേരളത്തിൽ എല്ലാം മെച്ചമെന്ന് പറയുമ്പോൾ പോലും കേരളത്തിന് ഒരുപാട് മെച്ചപ്പെടാനുണ്ട്. കേരളത്തിൽ ആയുർദൈർഘ്യം കൂടുതലാണ്. അതിൻ്റെ അർത്ഥം ഇപ്പോൾ ആയുർദൈർഘ്യം വെച്ച് ശരാശരി വെച്ച് നമുക്ക് തൃപ്തരാകാൻ കഴിയില്ല. ആയുർദൈർഘ്യം കൂടുമ്പോൾ തന്നെയും ജീവിത നിലവാരം മെച്ചപ്പെടണം, ക്വാളിറ്റി ഓഫ് ലൈഫ് വേണം. ഇപ്പോൾ അമേരിക്കയിൽ 80 വയസ്സ് വരെ ശരാശരി സ്ത്രീകൾ ജീവിച്ചിരിക്കുന്നു, അതിനൊപ്പം നമ്മളും കേരളത്തിൽ ജീവിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ എത്ര 80കാർ അമേരിക്കയിലെ പോലെ ഇവിടെ കാർ ഓടിക്കുന്നു, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഷോപ്പിങ്ങിന് പോകുന്നു, അല്ലെങ്കിൽ എത്ര പേർക്ക് വരുമാനമുണ്ടെന്നുള്ള കാര്യം നമ്മൾ ആലോചിക്കണം. അപ്പോൾ തലയെണ്ണിയിട്ട് മാത്രം കാര്യമില്ല. എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു വരുന്നത്, കേരളത്തിൽ നമുക്ക് ഇനി ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട്. അത് ഒറ്റയ്ക്കൊരു ഗവൺമെൻറ് ഒരു പാർട്ടിക്കൊന്നും പറ്റില്ല, ആര് ഭരിച്ചാലും പറ്റില്ല. അപ്പോൾ എല്ലാവരുടെ ചേർന്നുള്ളൊരു പ്രവർത്തനം ആവശ്യമാണ്. ഇത്തരം കാഴ്ചകളിലേക്ക് നമുക്ക് അത് കാണാനായിട്ടുള്ള അവസരമാണ് ഈ ഹെൽത്ത് കമ്മീഷൻ പ്രവർത്തനം നമുക്ക് നൽകിയത്. എൻ്റെ ഇപ്പോൾ ഒരുപാട് പേര്, ഞാനിപ്പോൾ കഴിഞ്ഞ 1.5 മാസമായിട്ടൊരു 300-ലധികം
വിദഗ്ധരുമായിട്ട് എക്സ്പേർട്സുമായിട്ട് ഞാൻ നേരിട്ട് സംസാരിച്ചിട്ടുണ്ട്. ചിലരുമായിട്ട് പല പ്രാവശ്യം, ചിലർ പല രാജ്യങ്ങളിൽ നിന്ന് എന്നോടൊപ്പം വന്ന് ഇവിടെ ഇരുന്ന് പ്രവർത്തിക്കുന്നവരുമാണ്. അപ്പോൾ വിദേശത്ത് പോയി വ്യത്യസ്ത സ്ഥാപനങ്ങളുടെ തലവന്മാരായിട്ടോ അല്ലെങ്കിൽ ഏറ്റവും മുകളിലുള്ള അധികാരികളായിട്ടിരിക്കുന്ന പുരുഷന്മാരും സ്ത്രീകളും ഒരുപാട് മലയാളികളുണ്ട്. അവരുമായിട്ടൊക്കെ ഒരുപാട് ഇൻറ്ററാക്ട് ചെയ്തു. ഇവിടെയുള്ള ഒരുപാട് ദേശീയ വിദഗ്ധരുമായിട്ടും WHO പോലുള്ള പ്രസ്ഥാനങ്ങൾ പ്രവർത്തിക്കുന്നവരുമായിട്ടുമൊക്കെ ഞങ്ങൾ ബന്ധപ്പെട്ടു. പിന്നെ യുവാക്കളുമായിട്ട്, പ്രത്യേകിച്ച് എൻ്റെ കൂടെയുള്ള മുഴുവൻ യുവാക്കളുടെ ടീമാണ്. അതിനകത്ത് ഡോക്ടർമാരുണ്ട്, വക്കീലന്മാരുണ്ട്, സാമൂഹ്യശാസ്ത്രം പഠിച്ചവരുണ്ട്, ഡോക്ടർമാരിൽ തന്നെ ആയുർവേദ ഡോക്ടർമാരുണ്ട്, അലോപ്പതി ഡോക്ടർമാരുണ്ട്. അങ്ങനെ വ്യത്യസ്ത മേഖലകളിൽ പ്രവർത്തിക്കുന്നവരുടെ ഒരു വലിയൊരു ടീമിനൊപ്പമാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞു. ഒരുപാട് പഠനങ്ങൾ വ്യക്തിപരമായിട്ട് എനിക്കും ഒരുപാട് പഠനങ്ങൾക്കൊരു അവസരം നൽകി. ഇത് നമ്മൾ ഹെൽത്ത് കോൺക്ലേവ് ഓഗസ്റ്റ് 22 കോവളത്ത് നടക്കുന്ന ഹെൽത്ത് കോൺക്ലേവ് ഒരു വലിയ പരിപാടിയാണ്. അവിടെ ഇതിൻ്റെ സാരാംശം ഞങ്ങൾ അവതരിപ്പിക്കും. അത് പൊതുചർച്ചയ്ക്ക് ഒരു വഴിയൊരുക്കുകയാണ്. ആരും അറിയാത്ത വിവരങ്ങളുമായിട്ടല്ല ഞങ്ങൾ വരുന്നത്. പലർക്കും അറിയാത്ത വിഷയങ്ങൾ ഇതിനകത്ത് വന്നിട്ടുണ്ട്. പലർക്കും അറിയുന്ന വിഷയങ്ങളുടെ സൂക്ഷ്മാംശങ്ങൾ ഞങ്ങൾ കൊണ്ടുവരികയാണ്. അത് പരസ്യമായ ചർച്ചയ്ക്കാണ്. ഇത് ഗവൺമെൻറ്റിനും അറിയാവുന്ന രീതിയിൽ ഞങ്ങളിതിനെ പബ്ലിക് ഡൊമൈനിൽ ഞങ്ങളത് ലഭ്യമാക്കും. അപ്പോൾ എല്ലാവർക്കും ഇതിനകത്ത് അഭിപ്രായം പറയാം. ആരോഗ്യം ഒരു പാർട്ടിയുടെയോ അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ്റോ പ്രതിപക്ഷത്തിൻ്റെയോ ഒന്നും അവകാശമല്ല. മുഴുവൻ മനുഷ്യരുടെയും കൂടെ ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ചർച്ചകൾ ഇനിയും നടക്കേണ്ടിയിരിക്കുന്നു. ഈ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ ആ ചർച്ചകളിലൂടെ ഉരുത്തിരിഞ്ഞു വരുന്ന അഭിപ്രായങ്ങളിലൂടെ, പുതുതായി കിട്ടുന്ന അഭിപ്രായങ്ങളിലൂടെ നമ്മൾ അവയൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഒരു റിപ്പോർട്ട് തയ്യാറാക്കാൻ ശ്രമിക്കുന്നത്. മാസങ്ങൾക്കുള്ളിൽ ആ റിപ്പോർട്ടും തയ്യാറാകും. അത് കേരളത്തിന് വലിയൊരു സമ്പത്തായിരിക്കും. ഇതിനകത്ത് UDF എന്നുള്ളത് കവറിൽ മാത്രമാണ്. ബാക്കി അതിനകത്തുള്ള റിപ്പോർട്ടെന്ന് പറയുന്നത് ശാസ്ത്രത്തെ അടിസ്ഥാനത്തിൽ പറ്റിയ റിപ്പോർട്ടാണ്, അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അതിനകത്ത് കക്ഷി രാഷ്ട്രീയമില്ല. കേരളത്തിലെ രോഗാണുക്കൾക്ക് CPM രോഗാണുവോ കോൺഗ്രസ് രോഗാണുവോ ഒന്നുമില്ല, അല്ലെങ്കിൽ കോൺഗ്രസ് അപകടമോ BJP അപകടമൊന്നുമില്ല. മനുഷ്യന് അസുഖം വരുമ്പോൾ അവൻ സാധാരണ മനുഷ്യനാണ്. അപ്പോൾ അവരുടെ പ്രശ്നങ്ങൾ കാണേണ്ടതും ആ രീതിയിലാണ്. കക്ഷി രാഷ്ട്രീയ വ്യത്യാസമൊന്നുമില്ലാതെ, ബയസുകളില്ലാതെ, വാശികളില്ലാതെ ആരോഗ്യരംഗത്തെ സമീപിക്കണം. അതിനുള്ള ശ്രമമാണ് ഞങ്ങൾ നടത്തിയിരിക്കുന്നത്. ഇത് പൂർണ്ണമെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. കാരണം ഒരു 1.5 മാസം കൊണ്ടുള്ള പ്രവർത്തനമാണ്. ഇനി ഒരു 4-5 മാസത്തെ റിപ്പോർട്ട് എഴുത്തിൻ്റെ പരിപാടികളുണ്ട്. ഞങ്ങൾ സിറ്റിംഗ് നടത്തി. കൊച്ചിയിൽ നടത്തിയ സിറ്റിംഗ് വളരെ യൂസ്ഫുള്ളായിരുന്നു. കൊച്ചിയിൽ സിറ്റിംഗ് നടത്തിയപ്പോൾ അവിടുത്തെ MLAമാർ വന്നു, പഞ്ചായത്ത് പ്രസിഡൻറ്റുമാർ വന്നു, പഞ്ചായത്ത് അംഗങ്ങൾ വന്നു, സാധാരണ മനുഷ്യർ വന്നു. അവരിൽ നിന്ന് കിട്ടുന്ന അനുഭവങ്ങൾ, അവരുടെ അനുഭവങ്ങൾ പങ്കുവച്ചപ്പോൾ പാഠപുസ്തകത്തിൽ വായിച്ചാൽ മനസ്സിലാകാത്ത, കിട്ടാത്ത അനുഭവങ്ങളാണ് സാധാരണ ജനങ്ങൾ നമ്മളുമായിട്ട് പങ്കുവച്ചത്. അപ്പോൾ ഇതെല്ലാം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് കേരളത്തിൻ്റെ ആരോഗ്യം സമഗ്രമായി പരിഷ്കരിക്കുന്ന രീതിയിൽ, ആരോഗ്യരംഗത്ത് ഏറ്റവും കൂടുതൽ മെച്ചമുണ്ടാകുന്ന രീതിയിലുള്ള നിർദ്ദേശങ്ങളായിരിക്കും ഞങ്ങൾ കൊടുക്കുന്നത്. അത് ഞങ്ങൾ കണ്ടുപിടിച്ച കാര്യങ്ങളല്ല, ഞങ്ങളുമായി എല്ലാവിധ ജനവിഭാഗങ്ങളും പങ്കിട്ട അനുഭവങ്ങൾ. അവയെ നമ്മൾ വീണ്ടും എക്സ്പേർട്സുമായിട്ട്, വിദഗ്ധരുമായിട്ട് ചർച്ച ചെയ്ത് അതിന് കൂടുതൽ നല്ല വിഷയങ്ങളെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യിച്ചിട്ട് ആവശ്യമില്ലാത്ത വിഷയങ്ങളെ തൽക്കാലം മാറ്റി നിർത്തിക്കൊണ്ടുള്ള റിപ്പോർട്ടാണ് വരുന്നത്. ഈ റിപ്പോർട്ട് കേരളത്തിൻ്റെ മുതൽക്കൂട്ടായിരിക്കും. ഞങ്ങൾ ചെയ്തതുകൊണ്ടല്ല, ഇത് ആദ്യത്തെ ശ്രമമായതുകൊണ്ട്. കേരളത്തിലെന്നല്ല, ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഇത്തരത്തിലൊരു 10-30 പേര് ദിവസം 10-14-16 മണിക്കൂർ ഒരു ആരോഗ്യ കമ്മീഷന് വേണ്ടി പ്രവർത്തിക്കുക, വിഷയങ്ങളെ വിശകലനം ചെയ്യുക, പുതിയ വിഷയങ്ങൾ അന്വേഷിക്കുക, ഒരുമിച്ച് പ്രവർത്തിക്കുക. അതൊരു നാടിന് വേണ്ടിയിട്ട്, ഇത് കൊടുക്കുന്നത് നാടിന് വേണ്ടിയിട്ടാണ്. UDF ചെയ്തതാണെങ്കിലും ഇത് UDF സംഭാവന ചെയ്യാൻ പോകുന്നത് കേരളത്തിൻ്റെ പൊതുജനാരോഗ്യ രംഗത്തിന് വേണ്ടിയിട്ടാണ്, കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. പിന്നെ UDF നിയമിച്ച ആരോഗ്യ കമ്മീഷൻ, ഹെൽത്ത് കമ്മീഷൻ്റെ ചെയർമാൻ എന്ന നിലയ്ക്ക് ഞാൻ ശ്രീ സതീശൻ പറഞ്ഞ് തന്നെ ആവർത്തിക്കുകയാണ്, ഞങ്ങളുടെ യുദ്ധം അല്ലെങ്കിൽ ഞങ്ങളുടെ തർക്കം അതൊന്നും സർക്കാരിനോടല്ല. ഇത് സർക്കാരിനെ തോൽപ്പിക്കാനുള്ള ഒരു കമ്മീഷനല്ല. ഇതിൻ്റെ റിപ്പോർട്ട് സർക്കാരിനെ തോൽപ്പിക്കാനല്ല, ജനങ്ങളെ ജയിപ്പിക്കാനാണ്. സാധാരണ ജനങ്ങൾ എല്ലാവർക്കും ഒരുപോലെയാണ്. ഇപ്പോൾ UDF ശ്രമിക്കുന്നത് സർക്കാരിനെ പരാജയപ്പെടുത്താനല്ല, ഈ നാട്ടിലെ ജനങ്ങളെ വിജയിപ്പിക്കാനാണ്, അവരുടെ ആരോഗ്യം സംരക്ഷിക്കാനാണ്.